എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മുടെ രാജ്യത്തിനകത്തെ ചില ആൾക്കാരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇവിടെ നമ്മുടെ രാജ്യത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവരല്ലേ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ ആയുധമെടുക്കുന്നു. മറ്റ് രാജ്യത്തുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ചൈനയൊക്കെയാണ് ആക്രമിച്ചെങ്കിൽ പുറം രാജ്യത്തുള്ളവരാണ് നമ്മുടെ രാജ്യവുമായിട്ട് ശത്രുതയാണ് അങ്ങനെ ആക്രമിച്ചു എന്ന് പറയാമല്ലേ. പക്ഷേ ഇവിടെ നടക്കുന്ന പല പൊട്ടിത്തെറികളും പല ഭീകരാക്രമണം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്തെ ഉപ്പും ചോറും തിന്ന് വളർന്ന നന്ദി കെട്ടവരായിട്ടുള്ള ചില വ്യക്തികളാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. ഇനിയൊരു കാര്യം പറയട്ടെ, ഡൽഹിയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അത് ആക്ച്വലി പുതിയ വാർത്തകൾ വരുന്നത്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഒരു ആക്രമണമല്ലായിരുന്നു, മറിച്ച് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ആ ഒരു പൊട്ടിത്തെറിയിൽ 13 പേരാണ് ദാരുണം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ചിന്നിച്ചിതറി കിടക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലേ. നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ അവിടെ രാത്രി കാലത്ത് പുറത്തേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ആൾക്കാർ, ടൂറിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ, അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ രാജ്യം കാണാനിരുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 20 ദീപാവലി, വരുന്ന ഡിസംബർ ബാബറി ഡേ, ജനുവരി 26 റിപ്പബ്ലിക് ഡേ, ഈ 3 ദിവസങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്, ഒക്ടോബർ 20 സംഭവിക്കേണ്ടിയിരുന്നത് രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരവാദി ആക്രമണമായിരുന്നു. അത് നമ്മളുടെ രാജ്യത്തെ ഇൻ്റലിജൻസ് സംവിധാനം കൃത്യമായിട്ട് പൊളിച്ചു. അതുകൊണ്ട് നമ്മളുടെ സഹോദരന്മാർ ഇന്ന് ഒരുപാട് പേര് ജീവനോടെയുണ്ട്. ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പോയിട്ടുള്ളവരാകാല്ലേ, അവർ വലിയൊരു സ്ഫോടനത്തിൽ അല്ലെങ്കിൽ വലിയൊരു വിഷ ദുരന്തത്തിൽ കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് നടക്കേണ്ടിയിരുന്നതായിരുന്നു. അതാണിപ്പോൾ തകർത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സംവിധാനങ്ങളോട് ഞാൻ അത്രയും വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ 13 ആൾക്കാർ മരിച്ചു അല്ലേ. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണോ, കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തെ കൊണ്ട് പോയി എന്നുള്ളതാണ്. അത് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം 13 പേര് അവിടെ അത്രയും നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവരാണ്. ആ ഒരു സഹോദരങ്ങൾ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മളെ വലിയൊരു അപകടത്തിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിച്ചിട്ടുള്ളത് എന്ന് വേണം പറയാനായിട്ട്. അതായത് ഈ ഡൽഹിയിലെ സ്ഫോടനം ഒരു ചാവേർ ആക്രമണം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇത് ഈ തീവ്രവാദികളുടെ ഒരു രീതിയാണ്. അവർ തന്നെ കുറേ ബോംബുമായിട്ട് പോയി പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാറിൻ്റെ അകത്തുണ്ടായിരുന്നത് ഉമർ നബി, ഡോക്ടറാണ്, MBBS കാരനാണ്. ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്ന ഒരുത്തനായിരുന്നു, ഒരു തീവ്രവാദിയായിരുന്നല്ലേ. പക്ഷേ പിന്നീട് വന്ന വാർത്തകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചാവേർ ആക്രമണം അല്ലായിരുന്നു, മറിച്ച് ഒരു ആക്സിഡൻറ്റിൽ അബദ്ധവശാൽ പൊട്ടിത്തെറിച്ചൊരു കാര്യമാണ്. ഇനി പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ ബോംബ് ഉണ്ടാക്കാനുള്ള സാമഗ്രികളായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ബോംബായിരുന്നില്ല. ആ ഒരു ബോംബായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ അകത്ത് കുപ്പിച്ചില്ലുണ്ടാകും, അതിൻ്റെ അകത്ത് സ്ക്രൂവ്, മറ്റ് ചില്ലുപാളികൾ, മെറ്റൽ പാളികൾ ഉണ്ടാകും. വലിയ ഇമ്പാക്റ്റ്, നല്ല പ്രഷർ ചെയ്ത് നല്ല ഇമ്പാക്റ്റ്, പൊട്ടിത്തെറിച്ചാൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകുക. അതൊന്നുമല്ലായിരുന്നു. ആ ഒരു ഹുണ്ടായി i20 കാറിൽ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന വഴി എങ്ങനെയോ അത് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഈ സംഭവങ്ങളെല്ലാം പറ്റിയിട്ടാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ തീവ്രവാദി പിതൃശൂന്യൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത് 4 കിലോയോളം വരുന്ന ആവണക്കെണ്ണയുടെ പൾപ്പായിരുന്നു. അതായത് ആ ഒരു സംഭവം വെച്ചിട്ട് റൈസിൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വിഷം ഉണ്ടാക്കാൻ പറ്റും. റൈസിൻ ഒരു പൊടിക്ക് കുറച്ച് മില്ലി മാത്രം മതി ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും കൊല്ലാൻ. റൈസിൻ്റെ പ്രത്യേകത അതിന് പ്രതിമരുന്നില്ല, ആൻറ്റിഡോട്ട് പോലും ഇല്ല എന്നുള്ളതായിരുന്നല്ലേ. അപ്പോൾ അത് ഈ ജലാശയങ്ങളിൽ കലക്കിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാനായിരുന്നു ഇവന്മാർ. എനിക്ക് നമുക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, നമ്മുടെ യൂട്യൂബിൽ അത്രയും ദേഷ്യമാണ് എനിക്ക് ഇവന്മാരോട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ ഇവർ പദ്ധതി ഇട്ടു എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന ഈ ചെറ്റകൾ നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നത് എങ്ങനെയാണ്? എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്നല്ലേ. എല്ലാവർക്കും അങ്ങനെയൊന്നുമല്ല. മറ്റുള്ളവരെ കൊന്നു തള്ളണം മത തീവ്രവാദത്തിൻ്റെ പേരിൽ. ഇതൊക്കെ അവരുടെ മനസ്സിനെ ബാധിച്ച ഒരു ക്യാൻസറാണ്. ഇനി കേരളത്തിലുള്ള നിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട. കേരളം എന്നുള്ളത് ISISൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റുകളിലൊന്നായിരുന്നു ഇന്ത്യയിലെ. എത്രയോ പേര് ഒരുമിച്ച് ISIS ചേരാൻ പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. കറക്റ്റ് കാര്യങ്ങൾ പറയുക, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇതിനു മുമ്പ് ISISനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ തീവ്രവാദം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. കപട മതേതരത്വത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റും ഇവരുണ്ട്. സ്ലീപ്പർ സെൽസ് ആയിട്ട് ഇവരുണ്ട്. ഒന്ന് നോക്കൂ, വൈറ്റ് കോളർ ടെററിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ഡോക്ടേഴ്സ് ആയിരുന്നു എല്ലാവരും അല്ലേ. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നാൽ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള പലരുമുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഡൽഹി നടന്നിട്ടുള്ള ആ ഒരു സ്ഫോടനത്തെ പറ്റി സംസാരിക്കാം. നവംബർ 19 വൈകിട്ട് 3:19 കൂടിയിട്ട്
റെഡ് ഫോർട്ടിനടുത്തുള്ള പാർക്കിങ്ങിലേക്ക് ഒരു വെള്ള ഹുണ്ടായി i20 കാർ വരികയാണ്. ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ആ വണ്ടിയുടെ നമ്പർ HR 26 CE 7674 എന്നുള്ളതായിരുന്നു. അപ്പോൾ CCTVയിൽ കൃത്യമായിട്ട് ഈ സമയമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം ആ ഒരു കാർ അവിടെ കിടക്കുകയാണ്. അതിനുശേഷം 6:30 പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ആ ഒരു കാറ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് 6:50 6:52 ആകുമ്പോൾ റെഡ് ഫോർട്ടിലെ മെട്രോ ഗേറ്റ് നമ്പർ 1 അടുത്ത് വെച്ച് ഈ കാറ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ പൊട്ടിത്തെറിച്ചപ്പോൾ നിലവിൽ മരണം 13 ഒരുപാട് പേർക്ക് ഗുരുതരമായിട്ടും നിസാരമായിട്ടും സാരമായിട്ടും ഒക്കെ പരിക്കേൽക്കുന്നുണ്ട്. ഇവിടെ പൊട്ടിത്തെറിച്ച സ്ഫോടന വസ്തു എന്ന് പറയുന്നത് ANF അമോണിയം നൈട്രേറ്റ് ഫ്യൂൽ ഓയിൽ എന്ന് പറയുന്ന ഒന്നാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ ബോംബ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥമാണിതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ ഈ തീവ്രവാദി പിതൃശൂന്യർ ചെയ്യുന്നത് പോലെ തന്നെ ചാവേർ ആക്രമണം, അതായത് പണ്ടൊരു തീവ്രവാദിയെ ജീവനോടെ പിടികൂടുമ്പോൾ അയാളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മെറ്റൽ വെച്ച് കവർ ചെയ്യുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തെന്ന് നോക്കുമ്പോൾ ഞാൻ ചാവേറായി പൊട്ടിത്തെറിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറിമാരെ കിട്ടും, ഹൂറിമാരുമായിട്ട് ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് അവിടെ ഒന്നും പറ്റരുതല്ലോ, അതിന് വേണ്ടിയിട്ട് മെറ്റലൊക്കെ വെച്ച് ആ ഭാഗത്തൊക്കെ കവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു ചാവേർ ആക്രമണമാകും എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ പിന്നീട് വന്ന വാർത്തകൾ എന്തെന്നാൽ, പിന്നീട് നമ്മളുടെ ഏജൻസികൾ സ്ഥിരീകരിച്ചൊരു കാര്യം എന്തെന്നാൽ ഇത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചത് ആണെന്നുള്ളതാണ്. പെട്ടെന്ന് ഈ സ്ഫോടന വസ്തുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ സാമഗ്രികൾ തിടുക്കത്തിൽ എങ്ങോട്ടോ കൊണ്ടുപോകുമായിരുന്നു. ആ ഒരു കാറിൽ വെച്ച് എങ്ങനെയോ ചിലപ്പോൾ പ്രഷർ ഉണ്ടാകാം, സ്പാർക്കും ഉണ്ടാകാം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു വാർത്തയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബി എന്നു പേരുള്ള ഒരു തീവ്രവാദിയായിരുന്നു. ഇയാൾ ഒരു ഡോക്ടറാണ്, MBBS കാരനാണ്. ഇനി MD എടുത്തു എന്ന് ചില റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ചൈനയിൽ നിന്ന് MBBS എന്നാണ്. ചൈനയിൽ നല്ല കേട്ടോ, ചൈനയിൽ നിന്ന് എടുത്തത് മറ്റ് തീവ്രവാദികളായിട്ടുള്ള ഡോക്ടേഴ്സാണ്. അവൻ്റെയൊക്കെ പഠനങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഇയാൾ MBBS MD ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കാശ്മീരിലുള്ള ശ്രീനഗറിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു. അതിനുശേഷം കാശ്മീരിലെ തന്നെ അനന്ത്നാഗിലുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇയാൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷേ അവിടുന്ന് ഇയാളെ പുറത്താക്കുകയാണ്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇയാൾ ചികിത്സിച്ച ഒരു രോഗി ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. മരണപ്പെട്ടതാണോ കൊന്നതാണോ എന്ന് ആർക്കറിയാം. ഇയാളുടെയൊക്കെ സ്വഭാവം വെച്ചിട്ട് മറ്റ് മതതീവ്രവാദിയാണല്ലോ, അന്യമതസ്ഥനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവരല്ലേ. ഒരു വലിയ സ്ഥലത്ത് പോയിട്ട് ബോംബ് പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണല്ലേ. അപ്പോൾ ഒരാളെ കുത്തിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത്, ആ ഒരു മോട്ടീവൊക്കെ ഇവർക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും അവിടുന്ന് പുറത്താക്കിയ ശേഷം ഇയാൾ ഫരീദാബാദിലുള്ള അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫാക്കൽറ്റി ആയിട്ട്, ഒരു പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തീവ്രവാദത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇവരുടെയൊക്കെ മുറി റെയ്ഡ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 4 സ്ഥലങ്ങളിലായിട്ട് വലിയ സ്ഫോടനം നടത്താനായിരുന്നു ഈ മക്കളുടെ പ്ലാൻ എന്നുള്ളത്. 2 സംഘങ്ങളായി തിരിഞ്ഞ് മൊത്തം 8 പേര്, ആ ഒരു ഡയറിയിൽ 20 പേരുടെ പേര് മറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ NIA പോലീസൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയ സ്ഫോടനങ്ങൾ. ഇത് ചെറിയ പൊട്ടിത്തെറി മാത്രമാണ് കമ്പയർ ടു അതർ എക്സ്പ്ലോസീവ്സ് നോക്കുമ്പോൾ. മൊത്തം കൂടെ പോലീസ് പിടിച്ചെടുത്തിട്ടുള്ള സ്ഫോടക വസ്തുക്കളുടെ കണക്കൊക്കെ ഞാൻ പറയാം. എന്തായാലും ഈ ഒരു ഉമർ നബി ആണ് കാർ ഓടിച്ചിരുന്നത്. അയാൾ പോയിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് അത് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു, പേടിച്ചിട്ട്. നമ്മളുടെ ഏജൻസികളെ പേടിച്ചിട്ട് അത് മാറ്റുന്ന വഴിക്കാണ് ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഉമർ നബിയുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് അവരുടെ സഹോദരി മറ്റ് സുഹൃത്തുക്കളൊക്കെ പറയുന്നു ആരോടും മിണ്ടാത്ത ഒരു ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു പാവം പയ്യൻ. ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ മനസ്സിൽ, അതാണ് ഞാൻ പറഞ്ഞത്, സ്ലീപ്പർ സെൽസിനെ നമുക്ക് മനസ്സിലാകത്തില്ല. ഇനി നമ്മുടെ കേരളത്തിൽ വന്ന് ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നല്ലേ ഷാരൂഖ് സൈഫി കാർപ്പൻ്റർ. അവൻ UP നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെയും പ്രശ്നം ഇത് തന്നെയായിരുന്നു. ഈ മതതീവ്രവാദം തലയ്ക്ക് പിടിച്ചിട്ട് ആരെങ്കിലും കൊല്ലാൻ നടക്കുമായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാമുള്ള കോമൺ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തശീലരായിരിക്കും, എല്ലാവരോടും നല്ലതുപോലെ പെരുമാറാം, ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കാം. പക്ഷേ ഇവർ ഭയങ്കര എക്സ്ട്രീം തീവ്രവാദികളായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചൊരു സിനിമയാണ് ബാബ കല്യാണി. ഇവിടെ കാറ് പർച്ചേസ് ചെയ്തതും ആ ബാബ കല്യാണി സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെയാണ്. ഒരു ടെക്സ്റ്റ് ബുക്ക് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ i20 കാർ ഉണ്ടല്ലോ, ഈ കാർ യഥാർത്ഥത്തിൽ ഗുഡ്ഗാവ് നിവാസിയായിട്ടുള്ള സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാറാണ്. അത് പിന്നീട് അംബാല വഴി ജമ്മു കാശ്മീരിലെ പുൽവാമയിലെത്തി അവിടുന്ന് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാരുടെ വ്യക്തികൾ ഈ കാർ മേടിക്കുകയാണ്. അതായത് പല തരത്തിലൂടെ മറിഞ്ഞു വരുന്ന ഒരുപാട് ഓണേഴ്സ് ഉപയോഗിച്ച, ചിലപ്പോൾ സ്ക്രാപ്പ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് വാഹനങ്ങളൊക്കെ ഇവർ മേടിച്ചെടുക്കുകയാണ്. അതായത് ആരാണ് മേടിക്കുന്നത്, അവസാനം മേടിച്ചതെന്ന് ഇവിടെ രേഖ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ആ സിനിമ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മറ്റേ ഇന്നസെൻ്റ് എന്നുള്ള ഒരു കാർ കച്ചവടക്കാരനാണ്. അപ്പോൾ ഒരുപാട് ഈ തീവ്രവാദികൾ വന്നിട്ട് ഈ കാർ മേടിക്കും. അപ്പോൾ
ഒരു സ്ക്രാപ്പ് ചെയ്യാനുള്ള കാർ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാറായതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തിരക്കുന്നില്ല, അത് കൊടുത്തു വിടുകയാണ്. സ്ക്രാപ്പ് ചെയ്യാനല്ലേ പൊളിക്കാനല്ലേ എന്ന് ഓർത്തിട്ട് ആ കാറാണ് അവർ എക്സ്പ്ലോഷന് വേണ്ടി ഉപയോഗിക്കാനിരുന്നതല്ലേ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ത്രം കുറേ നാൾക്ക് മുമ്പ് പയറ്റി പ്രശ്നമായതുകൊണ്ട്, അതായത് സ്ക്രാപ്പ് ചെയ്യാൻ പോകുന്ന ആക്രയാക്കാൻ പോകുന്ന കാറുകൾ കൂട്ടത്തോടെ മേടിക്കുന്ന ആൾക്കാർ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെന്താണ് ചെയ്തത്, അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള നല്ല അഴുക്കോ ചെളിയോ പൊട്ടലോ പോറലോ ഒന്നും ഇല്ലാത്ത നല്ല കാറുകൾ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അത് നോക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ വെള്ളക്കാറാണല്ലേ, പെട്ടെന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു കാറായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അങ്ങനെയുള്ള കാറുകൾ മേടിക്കുന്ന രീതിയാക്കി മാറ്റി ഇവരെന്നുള്ളത്. പക്ഷേ അപ്പോഴും ഇവർ RCയിൽ പേര് വരാതെ എവിടുന്നെങ്കിലും സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാറുകളാണ് ഇവർ കൂടുതലായിട്ടും കളക്ട് ചെയ്യുക. ആ സിനിമയിൽ കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് പ്രൊഫസറാണല്ലേ. ആ കോളേജ് പ്രൊഫസറായിരുന്നു ഏറ്റവും വലിയ തീവ്രവാദി ആ സിനിമയിലല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഡോക്ടേഴ്സ്, മറ്റ് പ്രൊഫസേഴ്സ് ഒക്കെ ഈ ഒരു തീവ്രവാദ ശൃംഖലയുടെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ വൈറ്റ് കോളർ ടെററിസം എന്താണെന്ന് കാണിച്ചെന്നൊരു സിനിമ മലയാളത്തിൽ ചോദിക്കുവാണെങ്കിൽ ബാബ കല്യാണി തന്നെയാണ്, നിസ്സംശയം പറയാം. എന്തായാലും നമുക്ക് ഈ സ്ഫോടനം നടക്കാനുണ്ടായ കാരണങ്ങളെ പറ്റി സംസാരിക്കാം. അതായത് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ, പോലീസ്, ATS, ഇൻ്റലിജൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇവരുടെ പല പദ്ധതികളും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഭീകരമായിട്ടുള്ള പദ്ധതി തകർത്തിട്ടുണ്ടായിരുന്നത് ഈ സ്ഫോടനം നടക്കുന്നതിന് 2 ദിവസം മുമ്പായിരുന്നു. നമ്മുടെ ഗുജറാത്തിലെ ആൻറ്റി ടെററിസം സ്ക്വാഡ് ഉണ്ടല്ലോ, അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ചൈനയിൽ നിന്ന് MBBS പാസ്സായിട്ടുള്ള മറ്റൊരു ഡോക്ടർ അഹമ്മദ് മൊഹീദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന 35 വയസ്സുള്ളൊരു വ്യക്തിയെ അഹമ്മദാബാദിലെ ടോൾ പ്ലാസയ്ക്ക് വെച്ചടുത്ത് അറസ്റ്റ് ചെയ്യുകയാണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്നത് 2 ഗ്ലോക്ക് പിസ്റ്റളുകൾ, ഒരു ബെറേറ്റ ഹാൻഡ് ഗണ്ണ്, 30 റൗണ്ട് വെടികൾ, അതോടൊപ്പം ഈ 4 കിലോയോളം വരുന്ന ആവണക്കെണ്ണയുടെ ആ കൊഴുത്ത പൾപ്പുണ്ടല്ലോ, ഈ പൾപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പൾപ്പ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൈസിൻ എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പോയിസൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് മില്ലി മാത്രം നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. അതിന് പ്രതിവിധിയായിട്ട് മരുന്ന് പോലും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ദാരുണമായിട്ട് മരിക്കും. അപ്പോൾ ഇവരുടെ പദ്ധതി ഇയാളെ പിടിച്ചപ്പോൾ മനസ്സിലായത്, ഈ റൈസിനുണ്ടാക്കിയിട്ട് ജലാശയങ്ങളിൽ കലക്കിയിട്ട് വാട്ടർ ടാങ്കുകളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ കലക്കിയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് കൊല്ലാനായിരുന്നു ഈ പുന്നാരമോൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറ്റുമോ നമുക്കതിൻ്റെ ഭവിഷ്യത്ത് എത്രയായിരിക്കുമെന്ന്. നമ്മുടെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായനെ. ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ISIS വക്താവിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ലീപ്പർ സെല്ലായിരുന്നു. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? എനിക്ക് ഇത് ഓർക്കുമ്പോൾ പേടിയാവുന്നൊരു കാര്യം അത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വെള്ളം കുടിക്കുമ്പോൾ മരിച്ചു വീഴുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുജറാത്ത് ATS ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ലോകം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഭീകരവാദി ആക്രമണമായിട്ട് ഈ വിഷദുരന്തം മാറിയനെ. ഇയാളെ പിടിക്കുകയാണ് കൂട്ടത്തിൽ ആസാദ് സുലൈമാൻ ഷെയ്ഖ്, മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് സലീം ഖാൻ, ഇവരെയൊക്കെ പിടിക്കുകയാണ്. ഈ ഒരു മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് സലീം ഖാൻ 23 വയസ്സ് മാത്രമേ ഉള്ളൂ, ഒരു യങ് സ്റ്റുഡൻ്റാണ്, UP എന്നുള്ളതാണ്. ഇനി ആസാദ് സുലൈമാൻ ഷെയ്ഖിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വെറും 20 വയസ്സ് മാത്രം, കൊച്ചു പയ്യൻ. UPയിൽ ഈ തയ്യൽ ജോലി നടക്കുകയാണ്, തുണിയൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ തയ്യൽക്കാരുണ്ടാവും, അതുപോലെ നമ്മൾ കാണുന്ന ഒരു തയ്യൽക്കാരെന്ന ഏറ്റവും വലിയ തീവ്രവാദിയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതാണ് സ്ലീപ്പർ സെൽസിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അവർ പല രീതിയിൽ കപട മതേതരത്വമൊക്കെ ആയിട്ട് മുമ്പോട്ട് വരും. ഞാൻ ഒരു മതത്തെ ഉദ്ദേശമല്ല പറയുന്നത്, എല്ലാ മതത്തിലും തീവ്രവാദികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് തീവ്രവാദികളെന്ന് മാത്രം ഒരു ലേബൽ ഞാൻ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ ആക്കി കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ പറയാറുമുണ്ട്, എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. എന്തായാലും ഈ 20 വയസ്സുള്ള കൊച്ചു പയ്യനൊക്കെ ആയിരുന്നു ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ പോകുന്ന ഈ ഭീകരവാദത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അല്ല, ഒരു ബയോ വെപ്പണായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊച്ചു പയ്യന്മാരടക്കമാണ്. പ്രധാനിയായിട്ടുണ്ടായിരുന്ന ആരാണ്? ഡോക്ടർ അഹമ്മദ് മൊഹീദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന 35 വയസ്സുള്ള ചൈനയിൽ നിന്ന് MBBS പാസ്സായിട്ടുള്ള ഒരു വ്യക്തി. ഇത് ഒന്നാമത്തെ സംഭവമാണ്. ഇനി രണ്ടാമത്തെ സംഭവം പറയുവാണെങ്കിൽ, ഈ ഒക്ടോബർ മാസത്തിൽ കാശ്മീരിൽ ഒരു വ്യക്തി, ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവിടുത്തെ മതിലുകളിലൊക്കെ വന്നിട്ട് ജെയ്ഷെ മുഹമ്മദ്, ഒരു തീവ്രവാദ സംഘടനയാണ്, അതിൻ്റെ അർത്ഥം മുഹമ്മദിൻ്റെ പോരാളികൾ എന്നാണ്. എന്തായാലും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, ഇന്ത്യ ആക്രമിക്കും, ഇന്ത്യ നശിപ്പിക്കും എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ CCTV പരിശോധിച്ചപ്പോൾ ഈ പോലീസിന് ആളെ മനസ്സിലാക്കുകയാണ്. ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഡോക്ടറായിരുന്നു. അയാൾ അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ CCTV ഫൂട്ടേജ് ട്രേസ് ചെയ്തിട്ട് പോലീസ് ഇയാളെ പൊക്കുകയാണ്. ഇയാൾ UPയിലേക്ക് കടന്നു കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ പോലീസും NIA ഇടപെട്ടിട്ട് ഇയാളെ ഉത്തർപ്രദേശിൽ നിന്ന് ട്രേസ് ചെയ്യുകയാണ്. ഇയാളുടെ ആ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മുറി ഉണ്ടായിരുന്നല്ലോ, ആ
അവിടുന്ന് AK-47 അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുക്കുകയാണ്. ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെടുക്കുകയാണ്. അങ്ങനെ ഇയാളെ NIA കൊണ്ടുപോവുകയാണ്. NIA കൊണ്ടുപോയാൽ അറിയാമല്ലോ, ഒരു രക്ഷയില്ല. ഇയാളെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ ചെയ്യണമല്ലോ ഇവനെയൊക്കെ അല്ലേ. പരമാവധി ഞാൻ പറയുന്നത്, പല തീവ്രവാദികളെയും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ഈ ജയിലിലിട്ട് 7 വർഷമൊക്കെ തടവിന് വിധിച്ച് അവർ വീണ്ടും പുറത്തിറങ്ങുകയാണ്. ഒരു തീവ്രവാദ പ്രവർത്തനം ചെയ്തവൻ അത്ര എളുപ്പത്തിൽ നന്നാകാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവനെയൊക്കെ പരമാവധി കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലണം. കാരണം ബാക്കി ഏതൊരു ക്രൈമിനെ പോലെയല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് കൊല്ലാൻ നടക്കുന്നവന്മാരാണ് ഇവർ. അതിനേക്കാളും വലിയ ദുരന്തം രാജ്യത്തിന് സംഭവിക്കാനില്ലല്ലേ. എന്തായാലും ഇവനെ പോക്കി ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ തത്തമൊഴിയുന്ന പോലെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവൻ്റെ 2 സഹചാരികളുടെ പേര് കൂടെ പറയുകയാണ്. അവരുടെ ഫരീദാബാദിലുള്ള വീടുകളും മറ്റ് ബിൽഡിങ്ങുകളൊക്കെ പോലീസും, ജമ്മു കാശ്മീർ പോലീസ് ഉണ്ടായിരുന്നു, ഹരിയാന പോലീസ് ഉണ്ടായിരുന്നു, പിന്നെ NIA ഉണ്ടായിരുന്നു, എല്ലാ ഫോഴ്സും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് റെയ്ഡ് ചെയ്യുകയാണ്. ഡോക്ടർ മുജാമിൽ ഷാക്കിൽ താമസിക്കുന്ന ബിൽഡിംഗ് ആയിരുന്നു. അവനും വരുന്നത് പുൽവാമയിൽ നിന്ന് തന്നെയാണ്. അവൻ ഇപ്പോൾ ഫരീദാബാദിലെ അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും അവൻ്റെ ആ ഒരു വസതികൾ റെയ്ഡ് ചെയ്തപ്പോൾ എക്സ്പ്ലോസീവ്സ്, സ്ഫോടന വസ്തുക്കൾ, നമ്മളുടെ ഒരു സിറ്റി തന്നെ കത്തിച്ചാമ്പലാക്കാൻ ശേഷിയുള്ള സ്ഫോടന വസ്തുക്കൾ കിട്ടുകയാണ്. അങ്ങനെ അവനെ പൊക്കി, അവനെയും ചോദ്യം ചെയ്തു. അങ്ങനെ NIA കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പോലീസിനെ പോലെയൊന്നുമല്ല, ആർക്കും ഇടപെടാനോ കാര്യങ്ങളൊന്നുമില്ല. അവനെ ചോദ്യം ചെയ്ത് ഓരോ കണക്റ്റിംഗ് കോമ്പിംഗ് എന്ന് പറയുമല്ലോ, എല്ലാ ഭാഗങ്ങളും മാന്തി നോക്കുന്ന ഇതുപോലെ അങ്ങനെ NIA പരമാവധി ലിങ്കുകൾ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് മാത്രം ഏകദേശം 2900 കിലോ, 3000 കിലോയുടെ അടുത്ത് എക്സ്പ്ലോസീവ്സ്, സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ നമ്മളുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ, നമ്മളുടെ പോലീസ്, ATS, ഇൻ്റലിജൻസ്, എന്തായാലും നമ്മളുടെ സംവിധാനങ്ങൾ കണ്ടുകെട്ടുകയാണ്. ചിന്തിക്കാൻ പറ്റുമോ? 3000 കിലോ വരുന്ന സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ മാത്രമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കുപ്പിച്ചില്ല്, മറ്റ് ആണികൾ, സ്ക്രൂവുകൾ, മെറ്റൽ പ്ലേറ്റ്സ്, ചീളുകൾ എല്ലാം ചേർക്കും. അപ്പോൾ അത് ഈ 2000 എന്ന് പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള കെമിക്കലാണ്. അതിൻ്റെ ഒപ്പം ഈ സാധനങ്ങളെല്ലാം ചേർത്താണ് ഒരു വലിയ ബോംബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എത്ര കിലോയോളം വരുന്ന ബോംബായിരിക്കും അവരുണ്ടാക്കാൻ പോകുന്നത്? ഒരു സിറ്റി മൊത്തം ചാമ്പലാക്കാൻ ഇതിൻ്റെ കുറച്ച് മാത്രം മതി. അപ്പോൾ അത്രയും വലിയൊരു സ്ഫോടനമായിരുന്നു ഇവിടെ നടക്കാനിരുന്നിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മളുടെ രാജ്യം തകർത്തെറിഞ്ഞത്. ഏറ്റവും വലിയൊരു നന്ദി നമ്മളുടെ രാജ്യത്തെ സംവിധാനങ്ങളോട്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ 2 സംഭവങ്ങൾ, ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ബയോ വെപ്പണായിരുന്നല്ലേ, റൈസിന് ഉപയോഗിച്ച് വെള്ളത്തിൽ കലക്കുക, അതിനുശേഷം ഈ ഒരു സ്ഫോടനം, ഈ 2 സംഭവങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്തെന്നാൽ, ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ഒരു തള്ളയെ കൂടെ പോകുന്നുണ്ട് നമ്മുടെ ഫോഴ്സുകൾ. അവർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ വുമൺ കമാൻഡർ പോലെയായിരുന്നു. അതായത് സ്ത്രീകളെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട്, പ്രബോധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ജെയ്ഷെ മുഹമ്മദ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലീഡറായിരുന്നു ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എന്നുള്ളത്. എങ്ങനെയാണ് ഇവർക്കൊക്കെ മറ്റ് നിഷ്കളങ്കരായിട്ടുള്ള ഈ സാധാരണ പാവപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ഒരുപാട് നല്ല സഹോദരിമാരെ നമുക്ക് ചുറ്റും കാണാൻ പറ്റുമല്ല, അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വന്നവരാണ് ഇവർ. ഞാൻ ഈ മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്. അതായത് ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വിഷക്കുത്തുകളുണ്ട്. നിങ്ങൾ നല്ലൊരു കോളേജ് എന്ന് പറയുന്ന ഒന്നിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ടാകാം. ഇനി കേരളം ഏറ്റവും നല്ല സംസ്ഥാനമാണെന്ന് പറയും. ഇവിടുന്ന് ISISലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളൊരു സംസ്ഥാനമായി മാറിയിട്ടുണ്ടായിരുന്നു കേരളമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏത് മതം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അത് വെച്ച് ഒരിക്കലും നമ്മൾ ബാക്കി എല്ലാവരെയും ജനറലൈസ് ചെയ്യരുത്. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ കമൻറ്റുകൾ ഒന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊന്നുമല്ല. ദയവായിട്ട് നമ്മൾ മനസ്സിലാക്കുക, എല്ലാ ഗ്രൂപ്പിലും ഈവൻ ഒരു ചെറിയ ക്ലാസ് മുറി എടുത്താൽ പോലും നിങ്ങളുടെ എല്ലാം ക്ലാസ്സിൽ ഒരുപാട് നല്ല അടിപൊളി സ്റ്റുഡൻസ് ഉണ്ടാകും. പക്ഷേ ഒരുത്തൻ ഏറ്റവും വലിയ അലമ്പനായിരിക്കും ആ കൂട്ടത്തിലല്ലേ. അത്രേ ഉള്ളൂ. ഡോണ്ട് ജനറലൈസ്. ബട്ട് സ്റ്റാറ്റിക്കലി ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചില കണക്കുകളൊക്കെ ഹൈ ആണെന്നുള്ളത് വാസ്തവമാണ്. അതിനെന്നും ഞാൻ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ജനറലൈസ് ചെയ്യാതിരിക്കുക. നമുക്ക് സാഹോദര്യവും സൗഹൃദത്തിലും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് നമ്മളെന്നുള്ളത്. എല്ലാ മതവും, എല്ലാ ജാതിയും, പാർട്ടിയും ഒക്കെ നമുക്ക് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ ഇന്നേ വരെ വേർതിരിവോ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. ആശയപരമായിട്ട് മാത്രം വിയോജിക്കുക. ഇന്ന് ഈ തീവ്രവാദ ആശയങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു വ്യഗ്രത നിങ്ങൾ കാണിക്കുന്നു. നിങ്ങളൊരു കമൻറ്റ് കൊണ്ട് നിങ്ങൾ അറിയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കുന്നത്, മതത്തെയാണോ വിമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള, തീവ്രവാദികളെ വിമർശിക്കുന്നവരെ നിങ്ങൾക്ക് ആക്രമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആക്രമിക്കാൻ ഉദ്ദേശിച്ചത് കമൻറ്റിലൂടെയോ മറ്റോ ആക്രമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളും അതിന് അടിമപ്പെട്ട് വരികയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ പണ്ട് ISIS ഫ്രം കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു. അവൻ ISISൽ പോയിട്ട്
അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതാണ് ഇവിടുന്ന് ഒരു പെണ്ണിനെ കൊണ്ടല്ലേ. എന്നിട്ട് എന്ത് പറ്റി, അവിടെ അമേരിക്കൻ സൈന്യ ആക്രമണത്തിൽ ഒരു വ്യോമാക്രമണം വരെന്ന് തോന്നുന്നു, അതിൽ ഇയാൾ ചത്തുതൊലയുകയാണ്. അയാളുടെ ഓഡിയോ ഒക്കെ പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഇയാളായിരുന്നു, മെയിൻ റിക്രൂട്ടർ ഇയാളായിരുന്നു. കേരളത്തിൽ നിന്ന് ഈ യുവതി യുവാക്കളെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാളുടെ ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറ്റു മതങ്ങളുടെ, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ ഒക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടാകുമല്ലോ, ഇവിടെ പൂരമുണ്ട്, പെരുന്നാളുണ്ട്, കുംഭമേളയുണ്ട്, അതിലേക്കൊക്കെ വണ്ടി ഓടിച്ച് കയറ്റുക, അവരുടെ ഇതിൽ വിഷം കലക്കുക. അതൊക്കെ തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ വിഷം കലക്കാനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അങ്ങനെ കൊല്ലാനുള്ള പരസ്യമായിട്ട് പറയുന്ന മലയാള ഓഡിയോ ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മളെല്ലാം ജനിക്കുന്നത് നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ മാറിപ്പോകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരും ജനിക്കുന്നത് തീവ്രവാദികളായിട്ടോ ക്രിമിനലുകളായിട്ടോ ഒന്നുമല്ല, മറ്റ് ആശയങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നല്ലത് ഏതാണ് ചീത്തത് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ഇതിനെ പുറകെ ഇങ്ങനെ പോകുമല്ലേ. അപ്പോൾ പതുക്കെ ഇതാണ് ശരി, എനിക്ക് മറ്റേ മതരാഷ്ട്രം ഉണ്ടാക്കണം, ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് പുറകെ പോയിട്ട് പള്ളികളും അമ്പലങ്ങളും പൊളിക്കാനൊക്കെ ഇങ്ങനെ നടക്കും. സന്തോഷത്തോടും സാഹോദര്യത്തോടും ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും ഈ 3000 കിലോയോളം വരുന്ന ഈ ബോംബ്, സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികളുണ്ടല്ലോ, അത് പിടിച്ചു. അതിനോടൊപ്പം തന്നെ ഒരുപാട് തോക്കുകൾ, AK-47, മറ്റ് ഗ്ലോക്ക് പിസ്റ്റളുകൾ, ബെററ്റ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ കോളേജിൻ്റെ ഈ അൽഫലാഹ് സർവകലാശാലയുടെ മുറിയുടെ അകത്തുനിന്ന് പോലും ഇതിനെ പറ്റിയിട്ടുള്ള ലേഖനങ്ങളും മറ്റേ അനന്താഗിലുള്ള മെഡിക്കൽ കോളേജിലെ മുറിയിൽ നിന്ന് AK-47 എല്ലാം കിട്ടുന്നുണ്ട്. ഇവന്മാരുടെ അവിടെ കൈയിട്ട് തപ്പിയാൽ പോലും ഈ ആയുധം അല്ലെങ്കിൽ തീവ്രവാദമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കിട്ടുമെന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ. അങ്ങനെ പിടിച്ചപ്പോൾ ഈ ഡൽഹിയിൽ ഓപ്പറേഷൻ നടത്താനിരുന്നവന്മാർക്ക് മൊത്തത്തിൽ പേടിയാകുകയാണ്. അവന്മാരെയും പൊക്കും. ഈ എക്സ്പ്ലോസീവ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല. പെട്ടെന്ന് തന്നെ ഈ ATS അല്ലെങ്കിൽ പോലീസ് അങ്ങോട്ട് എത്തുമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ ഉമർ നബി അല്ലേ, എത്ര പേരെ അവൻ ചികിത്സിച്ചു, ഒരു വഴിയാധാരമാക്കിയിട്ടുണ്ടാകും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരുത്തൻ പെട്ടെന്ന് എക്സ്പ്ലോസീവ്സ് അവിടുന്ന് മാറ്റുകയായിരുന്നു. ആ മാറ്റുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ചാവേർ ആക്രമണമല്ലായിരുന്നു, മറിച്ച് വലിയൊരു ആക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരബദ്ധത്തിലുള്ള പൊട്ടിത്തെറിയായിരുന്നു. അത് വച്ചിട്ട് അവൻ വലിയൊരു സ്ഫോടന വസ്തുവായിരുന്നു ഉണ്ടാക്കാനിരുന്നത്. കുപ്പിച്ചില്ല്, ചീള്, മറ്റ് കെമിക്കൽസൊക്കെ കയറ്റിയിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, പൊട്ടിത്തെറിയിൽ, അതായത് ഒരു ചെറിയ സ്ക്രൂ ശക്തിയിൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഈ തോക്കിന്ന് വരുന്ന സാധനം എന്താണ്, ബുള്ളറ്റാണ്. നമ്മൾ കൈ പിടിച്ചിട്ട് ഒരാളുടെ തലയിലേക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയറില്ല. അത് വരുന്ന സ്പീഡ് കൊണ്ടാണ് തറച്ച് കയറിയിട്ട് ഒരാളെ കൊല്ലാൻ ശേഷിയാവുന്നതല്ലേ. അതുപോലെ തന്നെയാണ് ഈ കുപ്പിച്ചില്ലുകളും മറ്റ് ചീളുകളും സ്ക്രൂവുകളും ആണികളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ, അതായത് ദൂരത്ത് നിൽക്കുന്ന ഒരുത്തൻ്റെ നെഞ്ചത്തേക്ക് പോലും അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സ്പോട്ടിൽ മരിക്കും. ഒരു അടയാളം പോലും ഇല്ല, നേരെ കയറിപ്പോവും. അവിടെ മാത്രം ഡാമേജ്, ഡാമേജ് ആയി ആൾ മരിച്ചു. തലയിൽ കയറും, ബ്രെയിനിൽ കയറും. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതുണ്ടാക്കാനുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് പോകുന്ന വഴിക്കായിരുന്നു ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവർ ചാവേറായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മറിച്ച് ഇവരെല്ലാം ഉപയോഗിക്കുന്നത് IED അഥവാ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകളാണ്. എന്താണ് IED എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതുപോലുള്ള വലിയൊരു അപകടകാരിയായിട്ടുള്ള ബോംബുണ്ടല്ലോ, അത് ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതിൻ്റെ അകത്ത് ചേർക്കും. ഇപ്പോൾ ഇതിനോടൊപ്പം ഒരു ടൈം ബോംബ് ചേർക്കും, അല്ലെങ്കിൽ ഒരു റിമോട്ട് കൺട്രോൾ ചേർക്കും. അങ്ങനെ ഇംപ്രൊവൈസ് ചെയ്യുന്നതിനാണ് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറയുന്നത്, അഥവാ IED എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ അടുക്കൽ നിന്ന് തന്നെ, ഇവൻ്റെ മുറിയിൽ നിന്ന് തന്നെ റെഡിമെയ്ഡ് IED കിറ്റ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്നത് കോഴിക്കോട് പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ അവിടെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നല്ലേ. അവിടെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള മറ്റൊരു ബീഹാറുകാരി പെണ്ണുണ്ടായിരുന്നു, യാസ്മിൻ മുഹമ്മദ്. ഓക്കെ, അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, ടീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ ഇവരൊക്കെയായിരുന്നു നമ്മളുടെ നാട്ടിലെ പോലും ടെററിസത്തിൻ്റെ മെയിൻ ലിങ്ക്സ്, ടെററിസത്തിൻ്റെ മെയിൻ എന്താ പറയുക റിക്രൂട്ടേഴ്സ് എന്നുള്ളത്. ഡോക്ടേഴ്സ്, ചിന്തിക്കാൻ പറ്റുമോ, നമ്മളെ ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സ്. അപ്പോൾ ഇവർക്ക് തീവ്രവാദമായതുകൊണ്ട് തന്നെ അന്യമതസ്ഥരോട് എത്രത്തോളം വെറിയുള്ളവരാണ്. ഇപ്പോൾ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പോയിട്ട് വണ്ടി ഇടിച്ചോ, ട്രക്ക് കയറ്റിയോ, വിഷം കലക്കി കൊല്ലാനൊക്കെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുക്കൽ വരുന്ന ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരു രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും, ഇവരെന്തായിരിക്കും അവരെയൊക്കെ ചെയ്തിട്ടുള്ളത്, എനിക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കേണ്ട ഒന്നാണ്. ഇപ്പോഴെന്തായാലും ഞാൻ ആശ്വസിക്കുന്നൊരു കാര്യം എന്തെന്നാൽ, നമ്മളുടെ രാജ്യം സാക്ഷിയാകാൻ പോയിട്ടുള്ള ഏറ്റവും വലിയ 2 ഭീകരവാദി ആക്രമണങ്ങൾ, വലിയൊരു പൊട്ടിത്തെറിയും അതോടൊപ്പം
ഏറ്റവും വലിയൊരു വിഷദുരന്തവും. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? കാര്യങ്ങളെല്ലാം അതിൻ്റെ ഗൗരവത്തോട് കൂടിയിട്ട് അതിൻ്റെ ഭീകരവശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു രക്ഷയുമില്ല. നമ്മളെ, പ്രത്യേകിച്ച് മലയാളികളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാവോ? ഒരു ക്യാൻസർ എന്താണെന്നറിയാവോ? കപട മതേതരത്വമാണ്. നമ്മളോട് ഏറ്റവും വലിയ മതേതരനെ പോലെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ വർഗീയതയും ഏറ്റവും വലിയ മത തീവ്രവാദം ഉണ്ടായിരിക്കുക. അവനെ തിരിച്ചറിയുക, അല്ലെങ്കിൽ അവളെ തിരിച്ചറിയുക, അവരെ ഒറ്റപ്പെടുത്തുക, നമ്മളുടെ സംവിധാനങ്ങളെ, പോലീസിനെയും മറ്റ് ഇൻ്റലിജൻസിനെയും കാര്യങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഈ തീവ്ര ചിന്താഗതികളുള്ള വ്യക്തികൾ ഉണ്ടാകുമല്ലേ? അവരെ ഇപ്പോഴേ സ്പോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെയും കാത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വലിയ ദുരന്തങ്ങളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളം എന്നുള്ളത് അഫ്ഗാനിസ്ഥാനിലെ ISISകാർക്ക് റിക്രൂട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിയിട്ടുണ്ടായിരുന്നു. 100% ലിറ്ററസി എന്ന് നമ്മൾ പറയുമല്ലേ? എല്ലാവരും അത്രത്തോളം അഭ്യസ്ത വിദ്യരാണ്, വളരെ സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും മതേതരത്വത്തോടെയും ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ആ മതേതരവും സാഹോദര്യവും ഒക്കെ എവിടെ പോയി? ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ISISലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. എന്തേ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒറ്റടിക്ക് 21 പേരെ കാണാതായി എന്നുള്ളത്. ഇനി സിറിയയിൽ വെച്ചിട്ടൊരു മലയാളി മരിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഒരു മലയാളി US ഫോഴ്സിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. ഈ അബ്ദുൾ റാഷിദ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയ മലയാളികൾ ISISൽ പോയിട്ട് മറ്റ് രാജ്യങ്ങളിൽ വെച്ച് വരെ മരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത കേൾക്കേണ്ട ഒരു ഗതികേട് ആർക്കാണ്? 100% ലിറ്ററസിയുള്ള നമ്മൾ മലയാളികൾക്ക് തന്നെയല്ലേ? അപ്പോൾ നമ്മൾ വലിയ സംഭവമാണെന്നും ചിന്തിച്ചിരിക്കരുത്. നിങ്ങൾ പല ഈ മതേതരത്വവും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് ചുറ്റും സ്ലീപ്പർ സെൽസും, നമ്മൾ നിൽക്കുന്നത് വലിയൊരു ആറ്റം ബോംബിൻ്റെ മുകളിൽ തന്നെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും ചെറിയ ചെറിയ നീക്കങ്ങളായിരിക്കും, ചില വ്യക്തികളുടെ പെരുമാറ്റങ്ങളായിരിക്കും, അതിലൊക്കെ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഭംഗിയായ മുഖം മൂടി ധരിച്ചിരിക്കുന്നു, നല്ല ചിരിച്ച മുഖം മൂടിയാണല്ലേ, നിങ്ങൾ ആ ചിരി കണ്ട് എന്നും ഇരിക്കത്തേ ഉള്ളൂ. ഒരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ കൂടെ തോളത്ത് കയറ്റി നടന്നുകൊണ്ടിരുന്നവൻ ഏറ്റവും വലിയ സ്ലീപ്പർ സെല്ലാണെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ജാഗരൂകരായിട്ടിരിക്കുക. എന്ത് സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോലീസിനെയും സുരക്ഷാ സംവിധാനങ്ങളെയും വിവരമറിയിക്കുക. അതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നീട് ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, എല്ലാ മതത്തിലും, ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ മതത്തിലും മതതീവ്രവാദ ചിന്തയുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും ഒരു മതത്തെയും ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. ഒരു മതത്തിൽ നിന്ന് കൂടുതൽ ആൾക്കാർ തീവ്രവാദത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയാണെന്നുമില്ല. പക്ഷേ ഏത് മതത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാലും അതിനെ എതിർക്കുക, ശക്തമായിട്ട് പ്രതിരോധിക്കുക. അല്ലാതെ ഇവിടെ ജീവിക്കാൻ നമുക്ക് രക്ഷയില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.